ഒവേരിയൻ സിസ്റ്റ് ഉണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? മിക്കവാറും ഒവേരിയൻ സിസ്റ്റ് ഏസിംറ്റമാറ്റിക് ആണ്. മോസ്റ്റ്ലി ഏസിംറ്റമാറ്റിക് ആയിട്ടാണ്. ഒന്നും ഉണ്ടാവാറില്ല, സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഒവേരിയൻ സിസ്റ്റ് ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ പിന്നെ ചില ആൾക്കാർ വരും, ഞാൻ തടി കൂടി വയറ് തടിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട്. വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാവുന്നില്ല, ജസ്റ്റ് ഒന്ന് വയറ് തടിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ വയറ് നല്ല വലുതായി തടിച്ചിട്ടുണ്ടാകും. അപ്പം ഇതും ഒരു ഒവേരിയൻ സിസ്റ്റിൻ്റെ കാരണമാണ്. പിന്നെ ഈ വലിയ തടി ഭയങ്കരമായിട്ട് സിസ്റ്റിൻ്റെ സൈസ് കൂടുന്നത് കാരണം കൊണ്ട് ആ സിസ്റ്റ് ചിലപ്പോൾ അടുത്ത നിയർ ബൈ സ്ട്രക്ചേഴ്സിന് പ്രഷർ കൊടുക്കാം. അപ്പോൾ ബ്ലാഡറിൻ്റെ മേലെയോ അല്ലെങ്കിൽ രക്തത്തിൻ്റെ മേലെയോ അല്ലെങ്കിൽ കിഡ്നീസിൻ്റെ മേലെയൊക്കെ പ്രഷർ കൊടുത്തിട്ട് നിയർ ബൈ സ്ട്രക്ചേഴ്സിന് അതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ. ബ്ലാഡറിൻ്റെ മേലെ പ്രഷർ കൊടുക്കുമ്പോൾ ബ്ലാഡർ ഇറിറ്റേഷൻ, മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്കായിട്ട് മൂത്രം പോകുന്നത്. അതേമാതിരി ബവൽ മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ രക്തത്തിൻ്റെ മേലെ പ്രഷർ കൊടുക്കുമ്പോൾ പെയിൻഫുൾ ഡിഫിക്കേഷൻ ആയിട്ട് വരാം. എന്നുവെച്ചാൽ പെയിനായിട്ട് വയറ്റുനിന്ന് പോകുമ്പോൾ മലം പോകുമ്പോൾ വേദനയായിട്ട് വരും. പിന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കിഡ്നീൻ്റെ മേലെ പ്രഷർ വന്നിട്ട് ഹൈഡ്രോനെക്രോസിസ് ആയിട്ട് കാണാം. പിന്നെ അടുത്ത സിംറ്റം എന്ന് പറയുന്നത് പിന്നെ ചിലപ്പോൾ വേദന സാധാരണ ഞാൻ പറഞ്ഞാൽ നോർമലി ഏസിംറ്റമാറ്റിക് ആണ്. ഈ ഫങ്ഷണൽ സിസ്റ്റം എന്ന് പറയുന്നതും പിന്നെ ചിലപ്പോൾ ബിനൈൻ ട്യൂമേഴ്സ് ഒക്കെ ഏസിംറ്റമാറ്റിക് ആയിരിക്കാം. പക്ഷെ വലുതാകുമ്പോൾ ഇതിങ്ങനെ സൈസ് ഇങ്ങനെ വലുതായി ഇരിക്കുമ്പോൾ അതിന് ചെറുതായിട്ട് വേദന വരാനുള്ള സാധ്യതയുണ്ട്. മൈൽഡ് ഡൾ ഏക്കിംഗ് പെയിൻ ആയിരിക്കാം. പിന്നെ വേറൊരു തരം ഒവേരിയൻ സിസ്റ്റുകൾക്ക് ചിലപ്പോൾ സിസ്റ്റ് ടോർഷൻ എന്ന് വെച്ചാൽ ട്വിസ്റ്റായി തിരിയാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഭയങ്കര അമിതമായിട്ടുള്ള വേദനയായിരിക്കാം. പിന്നെ അടുത്തത് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റാണ്. അപ്പോൾ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിൻ്റെ കാരണം കൂടുതലും എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് മെയിൻലി പെയിൻ ആയിട്ട് വരാം. അത് പെയിൻ എന്ന് പറയുന്നത് കൂടുതലും മെൻസ്ട്രുവൽ പെയിൻ ആയിരിക്കാം. പിന്നെ ബന്ധപ്പെടുമ്പോൾ പെയിൻ, ഇത് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിൽ വരാം. പിന്നെ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർക്ക് പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട്, പിന്നെ അമിതമായിട്ട് ബ്ലീഡിങ് പോകുന്നത്, ഇതൊക്കെ എൻഡോമെട്രിയോസിൻ്റെതായിട്ട് സെപ്പറേറ്റ് ടോപ്പിക്കാണ്. പിന്നെ അടുത്തത് ചിലപ്പോൾ ഈ ഗൈനക്കോളജിക്കൽ സിംറ്റംസ് ഒന്നും ആവില്ല, ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെ ഗാസ്ട്രോ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തി. കാരണം ഒവേരിയൻ സിസ്റ്റം ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാൻ തോന്നായ്മ, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഫുള്ളായി എന്നുള്ളത് തോന്നുന്നത്. മിക്കവാറും ഒരു ഗാസ്ട്രോ കൺസൾട്ടേഷൻസ് കഴിഞ്ഞ് അവിടെ ഒരു ഒവേരിയൻ സിസ്റ്റ് ഡിറ്റക്ട് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റം വരുന്നത്. ഇനി ഒവേരിയൻ സിസ്റ്റ് ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? ഒവേരിയൻ സിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അത് എന്ത് ടൈപ്പ് ഓഫ്, ഇപ്പം ഞാൻ പറഞ്ഞു ടൈപ്പ് ഓഫ് ഒവേരിയൻ സിസ്റ്റം ഉള്ളത് ഫങ്ഷണൽ സിസ്റ്റ് ആണോ, അതോ ട്യൂമർ ആണോ, അതോ എൻഡോമെട്രിയോസിസ് ആണോ. അപ്പോൾ ഫങ്ഷണൽ സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫങ്ഷണൽ സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 to 6 months വെയിറ്റിംഗ് പീരീഡിൽ തന്നെ മാറാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ബിനൈൻ ആണെന്നുണ്ടെങ്കിലും ബിനൈൻ ട്യൂമറും ചിലപ്പോൾ നമ്മൾ സൈസിൻ്റെ മേലെയാണ് ഡിപ്പെൻഡ് ആകുന്നത്. ഒവേരിയൻ സിസ്റ്റ് ചെറുതാണ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. വെയിറ്റിംഗ് പീരീഡ് കൊടുത്ത് അഥവാ അത് വലുതാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കണം. പിന്നെ അടുത്ത ഒവേരിയൻ സിസ്റ്റിന് ചിലപ്പോൾ ഒവേരിയൻ സിസ്റ്റ് ഫങ്ഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ബിനൈൻ ആയിരിക്കാം. പക്ഷേ വലിയൊരു ഒവേരിയൻ സിസ്റ്റ് ഒരു 10 centimeter, മോർ ദാൻ 10 centimeter ഒവേരിയൻ സിസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സർജിക്കൽ ഇൻ്റർവെൻഷൻ, അത് ലാപ്രോസ്കോപ്പി സർജറി ചെയ്തിട്ട് നീക്കം ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നീക്കം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പം ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനനുസരിച്ച് പോവുക. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിൻ്റെ കാരണത്തിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ അവർക്ക് പ്രഗ്നൻസിയാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വരും. നിൽക്കാമല്ല വേദനയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മരുന്ന് കൊടുത്താൽ മതിയാവും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ ഏത് ടൈപ്പാണോ ഈ ഒവേരിയൻ സിസ്റ്റ്, എത്ര സൈസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇനി ഒവേരിയൻ സിസ്റ്റ് വെച്ചിട്ട് എന്ത് കോംപ്ലിക്കേഷൻസ് വരാം? മെയിൻലി കോംപ്ലിക്കേഷൻസ് വരാവുന്നത് കുറേ കാലം വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് സൈസ് ഭയങ്കരമായിട്ട് വലുതാകാം. ഇപ്പോൾ ബിനൈൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വലുതായിട്ട് പ്രഷർ എഫക്റ്റ് വരാം. 2, ചിലപ്പോൾ ഈ ഒവേരിയൻ സിസ്റ്റ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. പൊട്ടിയാൽ അകത്ത് ബ്ലീഡിങ് വരാനുള്ള സാധ്യത. പിന്നെ ഇത് ഒവേരിയൻ സിസ്റ്റിൻ്റെ അകത്തുള്ള കണ്ടൻസ് സ്പില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും വയറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചില തരം ഒവേരിയൻ സിസ്റ്റ്, ഇപ്പോൾ ഡെർമോയിഡ് സിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ട്വിസ്റ്റ് ചെയ്താൽ ഭയങ്കര വേദനയായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യേണ്ടി വരും. പിന്നെ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയും കീമോതെറപ്പിയും അല്ലെങ്കിൽ ന്യൂ അഡ്ജുവൻറ്റ് കീമോതെറപ്പി ആയിട്ട് കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എന്താണോ കാരണം അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എത്തുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സിംറ്റം അല്ലെങ്കിൽ ഒവേരിയൻ സിസ്റ്റിൻ്റെ ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിയർ ബൈ ഒരു ഗൈനക്കിനെ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.